ഇന്ന് പടവുകളിൽ നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് പ്രസിദ്ധ മജീഷ്യനും സാംസ്കാരിക പ്രവർത്തകനുമായ വിജയൻ കടാങ്ങോടാണ്. വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. പടവുകളിലേക്ക് സ്വാഗതം. നമ്മൾ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് വിജയേട്ടൻ പടവുകളിൽ വരണമെന്ന്. നമുക്ക് നേരിട്ട് തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒരു ചെറിയൊരു സംസാരം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ വിജയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിജയൻ കടാങ്ങോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാജിക് കലയിലെ ഒരു വിസ്മയമാണ്. ജില്ലയ്ക്കകത്തും പുറത്തും സംസ്ഥാനത്തുടനീളം ആ ഒരു കാലം എങ്ങനെയാണ്? മാജിക് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. ഞാൻ വളരെ കുട്ടിക്കാലം മുതൽക്കൊന്നും മാജിക് പഠിച്ച ഒരാളല്ല. ഞാൻ മാജിക്കിൽ വരുന്നത് ചെർപ്പളശ്ശേരിയിലേക്ക് വന്നതിന് ശേഷമാണ്. ഞാനൊരു 88 സമയത്താണ് ചെർപ്പളശ്ശേരിക്ക് വരുന്നത്. ഉദയപ്രസ് എന്നുള്ള സ്ഥാപനം തുടങ്ങുന്നു, അതിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഷംസുദ്ദീൻ സ്ട്രീറ്റ് മാജിക് അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിൽ വരികയും സ്ഥാപനത്തിൽ നിന്ന് ഇടയ്ക്ക് ചില മാജിക്കുകൾ കാണിക്കുകയും നമ്മൾ അത്ഭുതപ്പെടുത്തുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു കൗതുകം തോന്നി. അങ്ങനെ വീണ്ടും വീണ്ടും ഇത് കാണാനുള്ളൊരു കൗതുകം കൊണ്ട് റോഡിലൂടെ പോകുമ്പോഴൊക്കെ ഞാൻ വിളിച്ചു വരുത്തി പ്രസ്സിലിരുത്തി മാജിക് ചെയ്യിപ്പിക്കും. ഒരു ദിവസം ഇങ്ങനെ മാജിക് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലൊരു മിറർ ഉണ്ടായിരുന്നു. ആ മിററിലൂടെ ഞാൻ ഇതിൻ്റെ സീക്രസി മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യുന്നത് മനസ്സിലാക്കണം. അപ്പോൾ എനിക്കിങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കൗതുകം തോന്നി. കൗതുകം എന്ന് കഴിഞ്ഞാൽ ഷംസുവിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഷംസു 1-2 വിദ്യകൾ എന്നെ പഠിപ്പിച്ചു. അവിടെ നിന്നാണ് ഞാൻ മാജിക് തുടങ്ങുന്നത്. ഷംസുദ്ദീൻ ചെർപ്പളശ്ശേരിയാണ് മാജിക് തുടക്കം പ്രേരിപ്പിച്ചത്. ഇത് കണ്ടിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഞാൻ ഒരുപാട് എന്താ പറയുക ഗുരുക്കന്മാരെ കാണുകയും അത് പലതരത്തിലുള്ള മാജിക്കുകൾ അറിയണം എന്നുള്ള ആഗ്രഹം തുടങ്ങുകയും പിന്നെ കുറച്ചുകൂടെ അതിൻ്റെയോടൊപ്പം തന്നെ സഞ്ചരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഏകദേശം 2020 വരെ ഒക്കെ ഞാൻ ഒരു 15 വരെ ഫുൾ ടൈം ആയിരുന്നു. പിന്നെ 15-ന് ശേഷമൊക്കെ ഞാൻ അങ്ങനെ മാജിക് ഇങ്ങനെ കുറഞ്ഞു. വൈഫിൻ്റെ അസുഖവും ഇതൊക്കെ കാരണം സ്റ്റേജ് ഷോ ചെയ്യാതെയായി. ക്ലോസപ്പ് ഷോയിലേക്ക് മാത്രം ഒതുങ്ങി നിന്ന്. ഇപ്പോൾ ഞാൻ തീരെ അടുത്ത കാലത്തായിട്ട് ഭാര്യയുടെ വിയോഗമൊക്കെ ആയിട്ട് ഷോയ്ക്ക് പോകുന്ന കുറവാണ്. ഇപ്പം ഇങ്ങനെ ഓരോന്ന് ആളുകൾ ഇങ്ങനെ വിളിച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട്. നോക്കൂ വിജയേട്ടൻ്റെ ഒരു പ്രവർത്തനം പാലക്കാട് കേന്ദ്രീകരിച്ചു. കോളേജ് വിദ്യാഭ്യാസം ആ സമയങ്ങളിലൊക്കെ ഒരു 10, 20, 22, 23 വയസ്സ് വരെയൊക്കെ പാലക്കാടാണ് കടാങ്ങോട്, ചിറ്റൂർ ആ ഭാഗങ്ങളിൽ. അവിടെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് വിജയേട്ടൻ നാടകങ്ങളിലൊക്കെ വളരെ സജീവമായിരുന്നു. തെരുവ് നാടകങ്ങളിൽ ആ ഒരു കാലത്ത് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസമാണ് ഞാൻ കഴിച്ചത്. കോളേജ് വിദ്യാഭ്യാസമല്ല. അത് കഴിഞ്ഞ് ഞാൻ ഭൂപണ ബാങ്കിൽ ജോലിക്കാരനായിരുന്നു. അത് ഒരു കോൺഗ്രസിൻ്റെ ബോർഡായിരുന്നു. അതെ. അപ്പോഴാണ് ഞാൻ തെരുവ് നാടകം കളിക്കുന്നത്. ഞാൻ ഒരു തീവ്ര ഇടതുപക്ഷം എന്നുള്ള രീതിയിൽ വല്ലാത്ത ആവേശമായിരുന്നല്ലോ ഒരു കാലത്ത്, എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ആവശ്യം. അങ്ങനെ തെരുവ് നാടകം സജീവമായിരുന്നു. അതിൽ കളിക്കുകയും ഈ നമ്മളുടെ ഈ ബാങ്കിൻ്റെ ബോർഡിലെ ഡയറക്ടേഴ്സ് ഇതൊക്കെ കാണുകയും എന്നെ വേറൊരു രാഷ്ട്രീയക്കാരനാണെന്നുള്ള അറിയുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. ഞാൻ അവിടെ നിന്ന് ബാങ്ക് ജോലി ഉപേക്ഷിച്ചു. എനിക്കതിലൊട്ടും പ്രയാസം ഉണ്ടായില്ല. രാഷ്ട്രീയം തന്നെ വലുത് എന്ന് തോന്നിയിരുന്നു. ഇതിൻ്റെ അപ്പുറത്ത് ആ രാഷ്ട്രീയം നമ്മളെ മുറുകെ പിടിക്കുന്ന ആശയം അത് തന്നെയാണ് വലുത് തോന്നുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെയാണ് അന്നും ഇന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെ രാജിവെച്ച് പോവുകയാണ് ചെയ്തത്. പിൽക്കാലത്ത് ഞാൻ നോക്കുമ്പോൾ ഈ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് മാജിക് കലയിലെ ഒരു ഇന്നത്തെ കാലത്ത് ഒരു പ്രാമാണികത്വം നൽകുന്ന ഒരു പെരുവനം കുട്ടന്മാരാർ പോലെ, തായമ്പകയിൽ പെരുവനം കുട്ടന്മാരാർ, മട്ടന്നൂർ ശങ്കരൻകുട്ടി അങ്ങനെയൊക്കെ പറയുമല്ലോ. അതുപോലെ ഇപ്പോൾ പ്രൊഫസർ വാഴകുന്നം നമ്പൂതിരി അദ്ദേഹത്തിന് ശേഷം ഇപ്പോൾ പുതിയ കാലത്ത് പ്രൊഫസർ ഗോപിനാഥ് മുതുകാടാണ്. മുതുകാടിൻ്റെ മാജിക് അക്കാഡമിയിൽ അങ്ങ് തുടക്കക്കാരനായ അധ്യാപകനാണ്. വിജയേട്ടനും മുതുകാടും മാത്രമായിരുന്നു. ആ ഒരു കാലം എങ്ങനെ കാണുന്നു? ഞാൻ ഈ മാജിക് ഇങ്ങനെ തുടങ്ങി. ഞാൻ 2-3 തരം മാജിക് ഉണ്ട്. ക്ലോസപ്പ്, കൺജറിങ്, ഇലൂഷൻ എന്ന് പറഞ്ഞ മാജിക്കുകൾ വ്യത്യസ്ത ഇതായിരുന്നു. അതിൽ ഞാൻ ക്ലോസപ്പ് മാജിക്കിലായിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. അങ്ങനെ ശ്രദ്ധിക്കാനുള്ളൊരു കാരണം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ മാജിക് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ട് ഷംസുൻ്റെത് 2-3 മാജിക് കഴിഞ്ഞപ്പോൾ അത് അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പുതിയ ഗുരുക്കന്മാരെയും പുതിയ ആളുകളെയും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സഞ്ചരിച്ചതിൻ്റെ ഇടയിലൊരു ഗുരുക്കന്മാരെ തേടി യാത്രയുണ്ടല്ലോ. മാജിക്കിലെ കൈയടക്കങ്ങൾ അല്ലെങ്കിൽ കയ്യൊതുക്കങ്ങൾ
പലതരത്തിലുള്ള മാജിക്കുകളുണ്ട്. അങ്ങ് ഇപ്പോൾ ഈ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ആളാണ്. അതൊന്ന് എങ്ങനെയാണ് അതിൻ്റെ ഒരു 3 തരം മാജിക്കുകളാണ് ഞാൻ പറഞ്ഞത്. ക്ലോസപ്പ്, കൺജറിങ്, ഇലൂഷൻ എന്ന് പറയുന്നത്. ആ ക്ലോസപ്പ് മാജിക്കിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഞാൻ മാജിക്ക് ഈ ഷംസുന്നീത് കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ട് വേറെ ഗുരുക്കന്മാരിൽ നിന്ന് നിലമ്പൂരാണ് ഇതിൻ്റെ ഒരു കേന്ദ്രം. നിലമ്പൂരിലൊരു പ്രശസ്തനായ ഒരു മജീഷ്യനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ മലയത്തല്ല മുതുകാടല്ല, വേറൊരു, ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു എൻ്റെ ഈ കൈ മാജിക്കിന് കൊള്ളില്ല എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് മാജിക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അത് ഇതിലേക്ക് കൂടുതൽ ഒരു വാശിയോട് കൂടിയിട്ട് ഇതിനെ സമീപിക്കാൻ ഒരു കാരണം അതാണ്. ഞാൻ പിന്നെ ക്ലോസപ്പിൽ മാത്രം ഈ ഏത് വസ്തുക്കളെയും കൈകൊണ്ട് മറയ്ക്കാൻ പറ്റുന്ന വസ്തുക്കളെ കൈകൊണ്ട് മറച്ചു പിടിച്ച് അതിലൊരു പ്രാവീണ്യം നേടണം എന്ന് വിചാരിക്കുകയും അതിനായിട്ട് കൂടുതൽ ശ്രമിക്കുകയും അതിൽ ഏറെക്കുറെയൊക്കെ ഞാൻ വിജയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അതൊരു സമ്മാനം നൽകിയത് ഞാൻ ക്ലോസപ്പ് മാജിക്കിലാണ് എനിക്ക് സമ്മാനം ലഭിച്ചത്. ഓൾ ഇന്ത്യയിലെ മാജിക് കൺവെൻഷനിൽ ഞാൻ സമ്മാനം ആ രീതിയിൽ അതിൻ്റെ സന്തോഷം ഏറെയുണ്ട്. പിന്നെ അക്കാഡമിയിൽ പഠിപ്പിക്കാൻ പോകുന്നതിനും ഇതൊരു കാരണം ആയിട്ടുണ്ട്. അന്ന് ഇപ്പോൾ അങ്ങ് അക്കാദമിയിലെ ക്ലോസപ്പ് മാജിക്കിൻ്റെ ഒരു 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 ഫാക്കൽറ്റിയായി പ്രവർത്തിച്ചിരുന്നു, അധ്യാപകൻ. ക്ലോസപ്പാണ് ഐച്ഛികമായി ക്ലോസപ്പാണ് ഞാൻ എല്ലാ തുടക്കക്കാർക്ക് ക്ലോസപ്പ് മാജിക് കയ്യിൻ്റെ വഴക്കം അല്ലെങ്കിൽ കൈയടക്കം അത് ഉണ്ടെങ്കിലാണ് മറ്റ് മാജിക്കുകളിലേക്ക് പോകാൻ കൂടെ ഒരു കാരണമുള്ളൂ. അപ്പോൾ ആദ്യം അവിടെ പഠിപ്പിക്കുന്നത് ബേസ് എന്നുള്ളത് നല്ല ഇലൂഷനിസ്റ്റായ മുതുകാട് പഠിപ്പിക്കാൻ അവിടെ ഉണ്ട്, ഞാനുണ്ട്. ഞാൻ ക്ലോസപ്പ് മാജിക്കിൽ മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് കാണിക്കാവുന്ന കോയിൻ, കാർഡ്, റബ്ബർ ബാൻഡ്, സേഫ്റ്റി പിന്ന്, അങ്ങനെ എന്ത് ചെറിയ വസ്തുക്കൾ ഉപയോഗിച്ച് ആരുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് മാജിക് ചെയ്യാവുന്ന രീതിയിൽ കുട്ടികളെ പരിശീലിപ്പിക്കുകയാണ്. കുട്ടികൾ എന്ന് പറയുമ്പോൾ അക്കാഡമിയിൽ വളരെ ചെറിയ കുട്ടികളൊന്നും ആയിരുന്നില്ല, മുതിർന്ന ആളുകളും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അങ്ങനെയായിരുന്നു. ഇപ്പോൾ അത് വളർന്ന് പന്തലിച്ച് വലിയൊരു പ്രസ്ഥാനമായിട്ട് വന്നത് നമുക്ക് സന്തോഷമുണ്ട്. അതിൽ തുടക്കക്കാരായ നമ്മളെ ശിഷ്യങ്ങൾ ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മുടെ ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളൊക്കെ അങ്ങനെ ആയി. മൂർത്തി ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് വാർത്ത, അവരൊക്കെ നല്ല മജീഷ്യനായിട്ട് അവർ പ്രൊഫഷണലായിട്ട് അത് സ്വീകരിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ മുതുകാടിൻ്റെ ഒരു അവതരണ ശൈലിയുടെ ഒരു ഭംഗി, അത് എന്താ പറയുക, ഇൻ്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കുന്ന ഒരു രീതിയിലാണ്. അദ്ദേഹം ഇപ്പം മാജിക് രംഗത്തെ നിന്ന് പിന്മാറുകയും ഓട്ടിസം ബാധിച്ച അല്ലെങ്കിൽ ഡിസേബിളായ കുട്ടികളെ ഇവിടെ പുനരധിവാസത്തിനോ അല്ലെങ്കിൽ അവരെ പരിശീലിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതെ, അത് മുതുകാട് ചെയ്യുന്ന വളരെ നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ്. ഭിന്നശേഷിക്കാരുടെ സംരക്ഷണം, അവർക്ക് വേണ്ട സംരക്ഷണങ്ങളും അവർ താമസിപ്പിക്കുക എന്നൊക്കെ വലിയ കാര്യമാണ്. അവരെ ഒരുപാട് സ്റ്റേജ് പെർഫോമൻസിനായിട്ട് കൊണ്ടുപോകുന്നു. നാഷണൽ ലെവലിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇവരുടെ പെർഫോമൻസ് നടത്തുന്നു. അങ്ങനെ അവസരങ്ങൾ ധാരാളം ഉണ്ടാക്കി കൊടുക്കുന്നു. അതിലൂടെ കുട്ടികൾക്കും കുട്ടികളുടെ രക്ഷിതാക്കൾക്കും വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ഉപാധി കൂടെ അദ്ദേഹം സ്വീകരിക്കുകയും അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും വളരെ കഷ്ടപ്പെട്ടതൊക്കെ ചെയ്യുന്നും കൂടെ ഉണ്ട്. അപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇലൂഷൻ ആണല്ലോ ഇപ്പോൾ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്ത് അപ്രത്യക്ഷരാകുന്ന ആ ഒരു മാജിക് രീതി പറയാ. ഇപ്പോൾ ഒരു കോയിൻ വാനിഷ് ചെയ്യുന്നത് ആണ് ചെയ്യുന്നതെങ്കിൽ അത് ഈ ക്ലോസപ്പ് മാജിക്കിൽ വരും. അതൊരു ഫ്ലവർ ആണിച്ചാൽ ഒരു കൺജറി എളുപ്പം പറയുന്നതാണ്. അതൊരു ലേഡി ആണെങ്കിൽ അത് ഇല്യൂഷൻ മാജിക്കായി. ഈ ഇല്യൂഷൻ മാജിക്കിൽ എന്താ വെച്ചാൽ സ്റ്റേജിൻ്റെയും സഹായികളുടെയും സഹായം വേണം, ഒരു കോർഡിനേഷൻ വേണം. വളരെ അത് വേണം. അവരും കൂടെ ഒരു ടീം വർക്കാണ് അത് ചെയ്യുന്നത്. ഈ കോയിൻ അപ്രത്യക്ഷമാക്കുന്നത് മജീഷ്യന് മാത്രം, സിംഗിൾ മാനാണ്, അയാളുടെ മാത്രം സ്കില്ലാണ് അത് ചെയ്യുന്നത്. അതിന് കുറെ കൂടെ പരിശീലനം ആവശ്യമുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ മജീഷ്യൻ എന്നുള്ളെങ്കിൽ ഒരു ക്ലോസപ്പ് മാജിക് ചെയ്യാൻ ആ മജീഷ്യൻ്റെ തന്നെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ശ്രദ്ധ മതി. മറിച്ച് ഇലൂഷൻ ടെക്നോളജി, ഇലൂഷൻ മെത്തേഡ് ചെയ്യണമെങ്കിൽ ഒരു സംഘത്തിന്റെ കേന്ദ്രീകൃതമായ ശ്രദ്ധ വേണം. ശ്രദ്ധ പാളിയാൽ അപകടമല്ലേ? അല്ല, എന്ന് വെച്ചാൽ അതിന്റെ രഹസ്യം വെളിപ്പെടും. ശ്രദ്ധ പാളിയാൽ അതാണ് രഹസ്യം വെളിപ്പെടുത്തതിൽ നിന്നാണ് വിജയേട്ടൻ എന്ന് പറയുന്ന മജീഷ്യൻ രൂപപ്പെട്ടത്. അത് ഒരു തരത്തില് ഇതാ പറയാം, കണ്ണാടിയിൽ ബാക്കില് ഇയാളെ കൈക്കകത്ത് ഉള്ളം കൈക്കകത്തേക്ക് മറച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനം മിററിൽ ഞാൻ കാണാണ്. ഇങ്ങനെയാണ് ഇത് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ കൈക്കകത്തേക്ക് ഇത്രയും വലിയ വസ്തുക്കൾ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളൊരു ചിന്ത ഉണ്ടായി. അതെ, അതിനുശേഷമാണ് ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്നത്. മാന്ത്രിക വിദ്യ എന്ന ഇന്ദ്രജാല വിദ്യ കൈ അടക്കത്തിൻ്റെ ഒരു കലയാണ്. ഇവിടെ നമ്മുടെ മാജിക് എന്ന് പറയുന്ന ഒരു മാന്ത്രിക
വിദ്യയല്ല, എന്നാൽ സമൂഹം പറയുന്നതൊരു മാന്ത്രിക വിദ്യയായിട്ടാണ്. ഇവിടെ വിജയേട്ടൻ തുറന്ന് സംസാരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് നോക്കാം, എന്തെല്ലാം അതിൻ്റെ ഒരു ഉപാധികൾ? മജീഷ്യനെ കാണുന്നത് വളരെ ഒരു ഇതിലാണ്. ചിലവരുണ്ട് ഈ ബ്ലാക്ക് മാജിക് എന്ന് വെച്ചാൽ ഈ ചെറിയ ചില ഭസ്മം എടുക്കാൻ കഴിയുക, വായിന്ന് ഭസ്മം എടുക്കുകയും ചില രൂപങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്തിട്ട് ആളുകളെ പറ്റിക്കുന്ന ധാരാളം സിദ്ധന്മാരുണ്ട്, പറ്റിക്കുന്ന ധാരാളം പേരുണ്ട് മാജിക്കിനെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അത് എടുക്കുന്നത് വളരെ സിമ്പിളാണ്, മാജിക് പഠിച്ചാൽ ആർക്കും ഇത് ചെയ്യാം. പക്ഷേ അത് വല്ലാത്തൊരു ദിവ്യ പരിവേഷം നൽകി ആളുകളെ കബളിപ്പിക്കുക ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അമാനുഷികമായ ശക്തി ഉണ്ട്. ഇത് ബിജുമോനും മറ്റേ ഇത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഞാൻ ഒരു സാധനം കാണിച്ചു, അത് ചെയ്യാൻ പറഞ്ഞാൽ കഴിയില്ല. പക്ഷേ പരിശീലിച്ചാൽ ആർക്കും കഴിയുന്നതാണ്, പരിശീലനം വേണമെന്ന് മാത്രം. അങ്ങനെ കുറച്ച് ദിവസത്തെ പരിശീലനം കൊണ്ട് ഈ സാധാരണ ഞാൻ കുട്ടികളുടെ എല്ലാ ക്യാമ്പുകളിലൊക്കെ പോയിട്ട് എങ്ങനെയാണ് ഈ ഭസ്മം എടുക്കുന്നതും, എങ്ങനെയാണ് ഈ തലയിൽ തീ കത്തിച്ച് ചായ ഉണ്ടാക്കുന്നതും, കയ്യിൽ കത്തിച്ച് സാധനം ഉണ്ടാക്കുന്നതും, ഒരു ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ച് വെള്ളം കത്തിക്കുന്നു, അതിലേക്ക് തുപ്പിയാൽ വെള്ളം വരുന്നു, ഇതൊക്കെ ചില കെമിക്കലിൻ്റെ സഹായത്തോടുകൂടി ചെയ്യുന്നതാണ്. പക്ഷേ ഈ ദിവ്യന്മാർ ചെയ്യുന്നത് ഇതൊക്കെ ശാത്താൻ്റെയും കുട്ടിച്ചാത്തൻ്റെയും അല്ലത്തെ അദൃശ്യ ശക്തിയുടെ ശക്തി കൊണ്ടാണെന്നും അത് ഞാൻ വരുതിയിലാക്കിയിട്ടുണ്ടെന്നും എന്നെ ഞങ്ങൾ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ കാശ് എന്നാൽ ഞാൻ ഞങ്ങൾക്ക് വേണ്ടത് ചെയ്തത്. അങ്ങനെ കാശിന് വേണ്ടിയിട്ട് ഒരു തട്ടിപ്പ് നടത്തുകയും ഒരു തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന വ്യാപകമായിട്ട് ആളുകളുണ്ട്. അത് ധാരാളമുണ്ട്. അതൊക്കെ തുറന്നു കാണിക്കുക എന്നുള്ളത് കുട്ടികളുടെ എല്ലാ ക്യാമ്പുകളിലും ഞാൻ പോയിട്ട് എനിക്ക് പറ്റാവുന്ന ക്യാമ്പുകളിൽ ഈ മാജിക്കിന് അവിടെ പറയുമ്പോൾ ഞാൻ പറയാം, ദീർഘകാലം വിജയേട്ടൻ ഈ സർഗവേദി ക്യാമ്പുകളിലെ സ്ഥിരം കോർഡിനേറ്ററോ അല്ലെങ്കിൽ കൺവീനറോ അല്ലെങ്കിൽ അതിൻ്റെ സംഘാടകനോ മുഖ്യ എന്തെങ്കിലും ആയിട്ട് അവിടെ ഉണ്ടാവും വിജയേട്ടൻ. ആ ഒരു കാലം എങ്ങനെയായിരുന്നു? അത് ചെർപ്പശ്ശേരിയിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ സർഗവേദി കാർത്തികൻ മാഷ്, KV കാർത്തികൻ മാഷ് തൃക്കടേരി പഞ്ചായത്തിൽ സർഗവേദി ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു 1 ഡേ ക്യാമ്പ് ഒരു ദിവസം സംഘടിപ്പിച്ചു. അതിൽ ഞാനും ഭാഗവാക്കായി ഉണ്ടായിരുന്നു. അതിൽ ഈ കുട്ടികൾക്ക് ആ തുടക്കത്തിൽ തന്നെ അത് വല്ലാത്തൊരു ഇൻസ്പിറേഷൻ. KV കാർത്തികൻ മാഷ് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല, മരിച്ചു. അദ്ദേഹം KB രാജാനന്ദ്, C മോഹൻദാസ്, MB രാജൻ, രാമൻകുട്ടി, ഇങ്ങനെ ഞങ്ങളുടെ KT സത്യം മാഷ്, വെള്ളിനേഴി രാമൻകുട്ടി മാഷ്, ഇങ്ങനെ ഞങ്ങളുടെ ഒരു ടീം ഇവിടെ സർഗവേദി ക്യാമ്പ് എന്നുണ്ട്. അന്ന് പഞ്ചായത്തിൻ്റെ ഒന്നും സഹായം ഇല്ലാതെ തന്നെ രാഘവേട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് തുടങ്ങിയത്. എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസത്തെ ക്യാമ്പ് പഞ്ചായത്തിൻ്റെ നമ്മളുടെ ഇയാളുണ്ടായിരുന്നു അന്ന് KPIP ജോലി ചെയ്തിരുന്ന തരകച്ചൻ, അദ്ദേഹം ഇതിന് നന്നായിട്ട് വാട്ടർ അതോറിറ്റിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ല ഈ ചിത്രങ്ങൾ നന്നായിട്ട് വരയ്ക്കുകയും ഇതൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു ടീമാണ് സർഗവേദി ക്യാമ്പ് രൂപകൽപ്പന ചെയ്ത ഒരു 1 ഡേ ക്യാമ്പായിരുന്നു. പിന്നെ അത് പഞ്ചായത്തിന് ഫണ്ട് വയ്ക്കുകയും തുടർച്ചയായിട്ട് വർഷങ്ങളോളം, ഈ വർഷം മാത്രമാണ് അതിപ്പോൾ UDFൻ്റെ ആയിരുന്നപ്പോഴും അത് ചെയ്തിരുന്നു. ഏറ്റക്കുറച്ചിലുണ്ടാവും, പക്ഷെ അത് ചെയ്തിരുന്നു. കുറേ കാലം ഞാൻ അതിൻ്റെ കൺവീനറായിരുന്നു. കൺവീനർ അല്ലാതിരുന്നപ്പോഴും ഞാൻ അതിൽ സജീവം ആയിരുന്നു. ഒരു മാജിക് എന്നുള്ളൊരു ഐറ്റം സ്ഥിരമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയും എല്ലാവരും അത് പഠിച്ചൊന്നുമില്ല. ഞാൻ പലപ്പോഴും വിജയേട്ടൻ എന്ന് പറഞ്ഞ മാജിക് എന്നുള്ള വേറൊരു ചിന്തയില്ല. അപ്പോൾ ഈ മാജിക് ഒരു ജീവിതവുമായി മുന്നോട്ടേക്ക് പോകാൻ ബുദ്ധിമുട്ടിയപ്പോഴാണ് വിജയേട്ടൻ പ്രസ് ജീവിതം ആരംഭിച്ചത്. മാജിക് ആയിരുന്നു ഉപജീവനത്തിനായിട്ട്. ഇലൂഷൻ ഷോ ഞാനും ചെയ്തിരുന്നു. സ്റ്റേജ് ഷോ ഒരു 10 പേരടങ്ങുന്ന ഒരു സംഘം, മിറാക്കിൾ സൗമ്യ മാജിക്കൽ എൻ്റർടൈനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ട്രൂപ്പുണ്ട്. അതിൽ ട്രൂപ്പിലെ അംഗങ്ങളുണ്ടായിരുന്നു, 10-12 അംഗങ്ങൾ ചേർന്ന അംഗങ്ങളുണ്ടായിരുന്നു. സൗമ്യ മാജിക്കൽ എൻ്റർടൈനേഴ്സ് ചെർപ്പളശ്ശേരി എന്നാണ് പോകുന്നത്. അതിൽ ചെർപ്പളശ്ശേരിക്കാരനായിട്ടാണ്, അല്ലെങ്കിൽ വിജയൻ കാടാങ്കോടുന്ന് പേരേ ഉള്ളെങ്കിലും എനിക്ക് ചെർപ്പളശ്ശേരി എന്നുള്ളത് തന്നെയാണ് ശരിക്കും അഭിമാനം ഉണ്ടാവുന്നത്. അതിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തമാശ പറയട്ടെ, ഞങ്ങളൊരു കോയമ്പത്തൂർ ഒരു പ്രോഗ്രാമിന് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ബോർഡ് വെച്ചിട്ട് സൗമ്യ മാജിക്കൽ എൻ്റർടൈനേഴ്സ് എന്ന് ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ പോയപ്പോൾ നമ്മളെ സ്രാജുദ്ദീൻ ഇന്ന് നമ്മളെ പാർട്ടി സഖാവാണ്, അദ്ദേഹം വണ്ടി തടഞ്ഞു നിർത്തി. ചെർപ്പളശ്ശേരി എന്ന് ബോർഡ് വെക്കാതെ ഇവിടെ നിന്ന് പോകരുത് എന്ന് പറഞ്ഞിരുന്നു. അത് ശരിക്കും സന്തോഷം തോന്നുന്നുണ്ട്. അന്ന് നമ്മൾ ആർട്ടിസ്റ്റ് ബഷീർ മരിച്ചുപോയി, അദ്ദേഹം അവിടെ നിർത്തിയിട്ട് അവിടെ തന്നെ ബോർഡിൽ ചെർപ്പളശ്ശേരി എന്ന് കൂടെ ആ ചെർപ്പളശ്ശേരിയുടെ പേര് അറിയാമെന്നുള്ള അതെ മരിച്ചു പോയി. അത് നല്ല സന്തോഷം തോന്നുന്ന ഒരു അനുഭവമായിരുന്നു. അപ്പോൾ കേരളത്തിനകത്തും പുറത്തായിട്ട് ഇലൂഷൻ ഷോസ് ധാരാളം ക്ലോസപ്പ് ഷോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇലൂഷൻ ഷോ നന്നായിട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതിന്ന് വരുമാനം ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. പിന്നെ 2006 നമ്മൾ ഓഫ്സെറ്റ് തുടങ്ങിയതിന് ശേഷം കൂടുതൽ
പ്രസ് അപ്പോഴേക്കും ഇനി പ്രായത്തിൻ്റെ ഒരു ഘടകം ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ മുതിർന്നായി, ഞങ്ങൾ കുട്ടികളും കുടുംബം അടക്കം ഒരുമിച്ച് ഷോയ്ക്ക് പോയിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഇല്യൂഷൻ ഷോ ഇപ്പോൾ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചു. ക്ലോസപ്പ് ഷോ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും കൂട്ടുകാരുടെ ഒക്കെ നിർബന്ധപ്രകാരം ഇപ്പോൾ വീണ്ടും സ്കൂളുകളിലും മറ്റേ ഈ അന്ധവിശ്വാസത്തിനെതിരെയും എല്ലാം അങ്ങനെയായിട്ട് ചെയ്തു വരുന്നുണ്ട്. അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരായിട്ട് പോരാട്ടമാണ്. അതിങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് പറ്റാവുന്നിടത്തോളം അത് ചെയ്യണം. അത് ഓരോ വർഷം കൂടുതൽ ആളുകൾക്ക് വിദ്യാഭ്യാസം നേടുമ്പോഴോ വിദ്യാഭ്യാസമുള്ള അന്ധവിശ്വാസികൾ കൂടുന്നു. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം വിദ്യാഭ്യാസം അറിവില്ലാത്തവരുടെ അന്ധവിശ്വാസം അത്ര അപകടമല്ല. ഈ അറിവ് ഏറെ നേടിയിട്ട് അവരുടെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് അത് വല്ലാത്ത ഭീകരതയാണ്. അപ്പോൾ അതിന് ഒരു പോരാട്ടം എന്നുള്ള നിലയ്ക്ക് അതിങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോഴല്ലേ പറ്റാവുന്നതിന് നിലയ്ക്ക്. ഇത് വലിയ ഉജ്ജ്വലമായ ഒരു വിപ്ലവത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം അന്നൊന്നും പറയല്ല. നമുക്കറിയാവുന്ന രീതിയിലുള്ള ഒരു ചെറുതായിട്ടുള്ള ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. അതെ അതെ. ഞാനൊരു ദിവസം ഈ നമ്മുടെ ജെസ്സിയുടെ ഒരു പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടിട്ട് ട്രൂപ്പിലുണ്ടായിരുന്നു വാടകുന്നം നമ്പൂതിരിയുടെ മനയിൽ വെച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവിടെ കുറ്റ്യാടി നാടുവട്ടൻ ഒരു കുലപതിയാണല്ലോ മാജിക്കിലെ. അപ്പോൾ ഒരു ഗുരുസ്ഥാനീയനാണ്. എന്നോട് ചെർപ്പളശ്ശേരി എന്നാണ് പറഞ്ഞപ്പോൾ വിജയൻ കടാങ്ങോട് വിജയേട്ടനെ അറിയില്ലേന്ന്. ആ ഒരു ബന്ധം ആ ഒരു കാലത്തെ ആളുകളുമായിട്ടുള്ള മറ്റേ വാഴവുന്നത്തിൻ്റെ ശിഷ്യരാണ്. ആർ കെ മലയത്ത് കുറ്റ്യാടി എന്നാണോ മുതുകാട് ഒക്കെ വാഴവുന്നത്തിൻ്റെ മലയത്തിൻ്റെ കൂടെ ശിഷ്യരാണ് മുതുകാട്. ഈ കുറ്റ്യാടി എന്നാണോ ഇദ്ദേഹത്തിൻ്റെ വാഴവുന്നത്തിൻ്റെ ഏറ്റവും നന്നായിട്ട് ചെപ്പും വന്ന് ചെയ്യുന്നതിൽ ജീവിച്ചിരിക്കുന്നതിൽ കുറ്റ്യാടി നാണോണ് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ചെപ്പും ബന്ധം എന്നുള്ളൊരു 3 ചെപ്പും അതിൽ തന്നെ രാജമുറ കാക്കാലമുറ എന്ന് പറയുന്ന വ്യത്യസ്ത രീതികളുണ്ട്. ഞാനും ചെയ്തിരുന്നു. പക്ഷെ നാണോട്ടൻ്റെ അത്ര ഭംഗിയായിട്ടല്ല അത് ചെയ്യുക. നാണോട്ടൻ അത് ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിക്കും. അതിൻ്റെ വായ്ത്താരികളും ഒക്കെ നാണോട്ടനാണ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുക. ഇന്നും അദ്ദേഹം അത് ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടിട്ട് കുറേ ആയെങ്കിലും ചെറുപ്പശ്ശേരിക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യും. നല്ല സൗഹൃദമാണ്. അപ്പോൾ ഈ അവിടെ ഇപ്പോൾ വാഴകുന്നം നമ്പൂതിരിയുമായി എനിക്ക് നേരിട്ട് ബന്ധമുണ്ടായി. അദ്ദേഹത്തിൻ്റെ മക്കളായിട്ട് ഞാൻ തുളസീദാസ് രാജ. അതെ, തുളസീദാസ് രാജ അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠനായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. ഇവിടെ അടുത്ത് തന്നെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. പാറശ്ശേരി കോങ്ങാടിനടുത്ത് അദ്ദേഹത്തിൻ്റെ മകളോടൊപ്പം താമസിക്കുകയായിരുന്നു, മൂത്ത മകൻ. ഈ സാംസ്കാരിക ജീവിതത്തിലെ സാന്നിധ്യം എല്ലാ പരിപാടികളിലും അങ്ങ് ഉണ്ടാവാറുണ്ട്. വിജയേട്ടൻ എന്ന് പറയുന്ന ആളുടെ കയ്യൊപ്പ് ഉണ്ടാവാറുണ്ട്. എല്ലാറ്റിലെങ്കിലല്ല, പുരോഗമന കലാ സാഹിത്യ സംഘമായിട്ട് ബന്ധപ്പെട്ട് മിക്ക സാംസ്കാരിക പ്രവർത്തനങ്ങളും താല്പര്യമുള്ളതാണ്. നാടകത്തോടാണ് കൂടുതൽ താല്പര്യം. ചെർപ്പളശ്ശേരിയിൽ ഞാൻ ആദ്യം വന്നിട്ട് നാടകമാണ് ഞാൻ ചെയ്യുന്നത്. വായപാതാളം എന്നുള്ള രാജുവിൻ്റെ നാടകം, നരിപ്പറ്റ രാജു സംവിധാനം ചെയ്ത വായപാതാളം എന്നുള്ള ഒരു നാടകമാണ് ഞാൻ ചെയ്യുന്നത്. അത് എന്താ പറയുക, മത്സരങ്ങൾക്ക് പോയിട്ട് സമ്മാനം നേടുകയും കേരളത്തിൽ ഒരുപാട് വേദികളിൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊരു 3 സ്റ്റേജോ മറ്റോ ഞാൻ ചെയ്തിരുന്നു. പിന്നീട് ഞാൻ ചെയ്തിട്ടില്ല രാജുവിൻ്റെ. അത് നല്ല അനുഭവം തന്നെയായിരുന്നു. നാടകരംഗത്ത് അതിൻ്റെ മുമ്പ് ഞാൻ തെരുവ് നാടകങ്ങൾ അവിടെ കളിച്ചിരുന്നു. പിന്നെ ഇവിടെ ചെറുപ്പശ്ശേരി വരുന്നതിന് മുമ്പ് ഒറ്റപ്പാലം കേന്ദ്രമായിട്ട് ജോല തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഫഷണൽ ട്രൂപ്പ് EKMൻ്റെ മതിലുകൾ, അത് CMA റഹ്മാനൊക്കെയാണ് അതിൻ്റെ ഒരു പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. ഒരു നാടകത്തിൻ്റെ ഉടമയൊക്കെ ആയിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു. അടുത്ത് BBS മേനോൻ ഞങ്ങളൊക്കെ കൂടിയിട്ട് ഒരു കൂട്ടായ്മയായിട്ട് അത് ചെയ്തിരുന്നു. മതിലുകൾ EKMൻ്റെ അന്ന് ഇന്നത്തെ നമ്മളെ സിനിമാ താരം രമയൊക്കെ ഞങ്ങളുടെ കൂടെ കാർമണ്ണ രമയൊക്കെ അഭിനയിച്ചിരുന്നു. മാജിക് വരുന്നതിന് മുമ്പ് നാടകമായിരുന്നു സജീവം. പ്രത്യേകിച്ച് തെരുവ് നാടകങ്ങൾ ചെയ്യാൻ വലിയ താല്പര്യമായിരുന്നു. ആളുകളുടെ ഇടയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വല്ലാത്ത ആവേശം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഈ സ്റ്റേജ് നാടകങ്ങളും ധാരാളം ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ട്രൂപ്പിലല്ല, ഈ അമച്ചറായിട്ടുള്ള നാടകങ്ങളിൽ ധാരാളം ചെയ്തിട്ടുണ്ട്. അമേച്ചർ നാടക രംഗത്തെ പുതിയ ഇടപെടലുകൾ എങ്ങനെ കാണുന്നു? പാറങ്ങോട്ടുകര പാഠശാല, ശ്രീജയാണ് നന്നായിട്ട് ചെയ്യുന്നത്. ശ്രീജയുടെ നാടകങ്ങൾ ഒരു ഞാൻ ഏരിയ സെക്രട്ടറി ആകുമ്പോൾ ഞാൻ അവരുടെ 2-3 നാടകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല നാടക പ്രവർത്തകയാണ്. അത് മാത്രമല്ല സമൂഹത്തോട് വല്ലാത്ത കമ്മിറ്റ്മെന്റ് ഉണ്ട്. തീർച്ചയായും അവര് നാടക് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം തന്നെ ഉണ്ട്. നാടക് ഒരു ഗ്രൂപ്പാണ്. അവര് എന്താ പറയുക, സാധാരണ അവരുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന കൂലിപ്പണിക്കാരെയും ഇവരൊക്കെ വെച്ചിട്ട് ഒട്ടും എന്താ പറയുക അമിത അഭിനയമില്ലാതെ സാധാരണ മനുഷ്യർ വർത്തമാനം പറയുന്ന പോലെ നല്ലൊരു ആശയം സാധാരണ മനുഷ്യരിലേക്ക് വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ ശ്രീജയ്ക്ക് കഴിയുന്നുണ്ട്. നല്ല നാടക പ്രവർത്തകയാണ്. ആറങ്ങോട്ടുകര പാഠശാല. അതെ അതെ. അവരുടെ ഇപ്പോൾ കുരുത്താലി അസീസ് പെരിങ്ങോട് പറയുന്ന ഒരു പുതിയ നാടകമുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല.
അപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ സജിത്ത് പെരുങ്ങോടായാലും സജിത്ത് കോങ്ങാട് വളരെ സജീവമായിട്ട് ഈ രംഗത്ത് നാടക മേഖലയിൽ നാടക കലാകാരൻ എന്നുള്ളക്ക് വളരെ സജീവം. അപ്പോൾ ഞാനിപ്പോൾ നാടകങ്ങൾ അഭിനയിക്കുന്നില്ല. അതെ അതെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യകാലത്ത് വളരെ ഒരു ഹൃദയബന്ധം. ഇപ്പോൾ പുതിയ നമ്മുടെ ഈ കുട്ടികൾക്ക് ഈ മാജിക് പഠിക്കാൻ പുതിയ ഏത് രീതിയിലാണ് നേരത്തെ അത്ര പ്രയാസം ഇപ്പോഴില്ല. ഇപ്പോൾ മാജിക് പഠിപ്പിക്കുന്നതിനോട് രണ്ട് തരത്തിലുള്ള ആൾക്കാർ യോജിക്കും വിയോജിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മാജിക്കിൻ്റെ ഒരു കല എന്ന് പറയുന്നത് അതിൻ്റെ രഹസ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രഹസ്യം വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അത്ഭുതമില്ല എന്ന് പറയും. പക്ഷേ അങ്ങനെ അത്ഭുതമില്ലാത്ത മാജിക്കുകൾ കുറേ ഉണ്ടെങ്കിലും അതിൻ്റെ രഹസ്യം വെളിപ്പെട്ടാൽ പോലും അത്ഭുതം ഉണ്ടാക്കുന്ന ഒരുപാട് മാജിക്കുകളുണ്ട്. അതിലൊരു ക്ലാസിക് മാജിക് എന്ന് പറയും. ഇപ്പോൾ ആന ഒരു ക്ലാസിക് സാധനമാണെന്ന് ഞാൻ പറയും. അതിങ്ങനെ ഒരു പ്രാവശ്യം കണ്ടാൽ നമുക്ക് വീണ്ടും കാണുമ്പോഴും ഇതാ നേരത്തെ കണ്ട ആനയാണ്, ഇത് മടുപ്പ് തോന്നുന്നില്ലല്ലോ. കടൽ ഒരു ക്ലാസിക് സാധനമാണെന്ന് ഞാൻ പറയും. അതിപ്പോൾ ഒരു തവണ കണ്ടു, അത് മടുപ്പ് തോന്നുന്നില്ല. ആനയുടെ കാര്യം പറയുമ്പോൾ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ അല്ല, ഇത് ആളുകൾ ഇപ്പോൾ കലാമണ്ഡലം ഗോപിയുടെ കഥകളി പ്രിയരാണിച്ച അയാളുടെ ഒരു വേഷം കണ്ടു, പിന്നെ അടുത്ത പ്രാവശ്യം അത് തന്നെ ചെയ്യുന്നു, അടുത്ത പ്രാവശ്യം നാളെ തന്നെ വീണ്ടും വീണ്ടും ഇത് കാണുന്നുണ്ട്. അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ആസ്വാദകർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാജിക്കിൻ്റെ രഹസ്യം വെളിപ്പെട്ടതുകൊണ്ട് ഈ മാജിക് എന്നുള്ള കല അവസാനിക്കൊന്നുമില്ല, അത് കൂടുതൽ വളരുകയേ ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ പുതിയ മാനങ്ങളിലേക്ക് അത് പോകും. ഇപ്പം ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളിൽ നിന്ന് ഞാൻ പഠിക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. അവരിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ ഇടക്കാലത്ത് മാജിക്കിനെ നിർത്തിയപ്പോൾ ഞാൻ പിന്നോട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ അവരോട് എത്തിപ്പെടണമെങ്കിൽ ഞാൻ വല്ലാതെ ബഹുദൂരം മുന്നോട്ടേക്ക് ഓടേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ അത് അങ്ങനെ തളരൊന്നുമില്ല. മാജിക് പഠിക്കുക തന്നെ വേണം, എല്ലാവരും അറിയുക തന്നെ വേണം എന്നുള്ള ഈ കല. തീർച്ചയായും ഒരു ജനകീയമാവുന്ന ഒരു കലയാണ് മാജിക്. ഏത് തരക്കാർക്കും ആസ്വദിക്കാൻ പറ്റുന്ന വിദ്യ എന്ന് പറഞ്ഞാൽ ഏവർക്കും സ്വീകാര്യത. അത് പാട്ടും ഇതും അത് ഏത് സാധാരണക്കാരനും എളുപ്പം ലളിതമാണ്. അങ്ങനെ ഒരു മജിഷ്യൻ എന്നുള്ളക്ക് പുതിയ പാഠ്യപദ്ധതിയിൽ ഇന്ദ്രജാല മാന്ത്രിക വിദ്യകൾ പഠന വിഷയമാക്കേണ്ടതുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അറിയിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതെങ്ങനെയാ പാഠ്യവിഷയമാക്കുക എന്നുള്ളതിൻ്റെ ഒരു സാങ്കേതിക പരിഷ്കരണം അല്ല, അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷേ ഇതിനൊരു മത്സരത്തിന് ധാരാളം സാധ്യതയുണ്ട്. ഇപ്പോൾ കലാമത്സരങ്ങളിൽ മാജിക് കൂടെ ഉൾപ്പെടുത്താം. മറ്റ് കലാരൂപങ്ങൾ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ അധികൃതരോട് ഈ നമ്മുടെ മജിഷ്യനായ വിജയേട്ടന് പറയാനുള്ളത്, കലാമത്സരങ്ങളിൽ കലോത്സവങ്ങളിൽ മാന്ത്രിക വിദ്യ മാജിക് ഒരു ഐറ്റമായി കൂടി കാണേണ്ട ഒരു സമയം വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങയുടെ കുടുംബജീവിതം? ഭാര്യ ഇപ്പോൾ മരിച്ചു, 3 വർഷമാവുന്നു. 2 മക്കളാണ് എനിക്കുള്ളത്. അവർ സൗമ്യ വിജയൻ, വിധു വിജയൻ എന്നാണ് പേര്. 2 പേരും വിവാഹിതരാണ്. അവരുടെ ഭർത്താക്കന്മാർ അധ്യാപകരാണ് 2 പേരും. വലിയ മോള് ശ്രീകൃഷ്ണരായ സെക്കൻഡറി സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു, സൗമ്യ വിജയൻ. വിധു വിജയൻ മോഹിനിയാട്ടത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാന്ന് പറഞ്ഞ് അതിൽ മാജിക് അറിയാമായിരുന്നു. ചെറിയവളാണ് ഇപ്പോൾ ഡാൻസിൽ ഇപ്പോൾ സജീവമായിട്ട് ഇപ്പോഴും ഉണ്ട്. മോഹിനിയാട്ടം എന്നുള്ള സജീവമാണ്. വിജയേട്ടൻ്റെ ഒരു ചെറിയ കോയിൻ കയ്യിലുണ്ടല്ലോ അല്ലേ? അല്ല, കോയിൻ ഉൾപ്പെടുത്താം, പക്ഷെ അത് നേരത്തെ കൂട്ടി ഞാൻ പറയാതിരുന്നതുകൊണ്ട് കൈവശമുള്ളൊരു കോയിൻ എടുത്തിട്ട് ഒരു ചെയ്തിട്ട് എന്തായാലും പടവുകളിൽ വന്ന വിജയേട്ടന് വലിയ നന്ദിയും സന്തോഷവും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു 3 കോയിൻ ഉണ്ട്. ഇതിൽ നിന്ന് 1, 2 ഞാൻ എടുത്തു ഈ കയ്യിലേക്ക് ഇട്ടു, ഒരു കോയിൻ എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടു. ഇപ്പൊ ഇതിൽ എത്ര കോയിൻ ഉണ്ട്? ഇതിൽ 2 2 നിങ്ങൾ വെറുതെ ബിജുമൺ തന്നെ പറഞ്ഞാൽ മതി. കംബാക്ക് എന്ന് പറയും. കംബാക്ക് എന്ന് പറഞ്ഞാൽ അത് വീണ്ടും തിരിച്ചു വരും. 3 തന്നെ തിരിച്ചു വരും. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് കൂടെ ഞാൻ പറയാണ്. ഒരു കോയിൻ എടുത്ത് ഇവിടെ വെച്ചു, ഒരു കോയിൻ എടുത്ത് ഇവിടെ വെച്ചു, 2 കോയിൻ കാണുന്നു, 2 കോയിൻ ഉണ്ട്. 2 കോയിൻ ഇതെല്ലാം തന്നെ വെച്ചിട്ട് ഈ കോയിൻ എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടു. എന്നിട്ട് വെറുതെ കംബാക്ക് എന്ന് പറയും. വീണ്ടും 3, 1, 2, 3 എങ്ങനെ ചെയ്യുന്നത് മനസ്സിലായി. ഒന്നുകൂടി ചെയ്യാം. ലാസ്റ്റായിട്ട് ഒരു കോയിൻ എടുത്ത് ഇവിടെ വെച്ചു, ഒരു കോയിൻ എടുത്ത് ഇവിടെ വെച്ചു, എന്നിട്ട് ഇതിലേക്ക് ഇട്ടു. ഈ കോയിൻ എടുത്ത് പോക്കറ്റിലിട്ടു. ഇപ്പൊ എത്ര കോയിൻ ഉണ്ട് ഇതിന്? ഒരു കോയിനേ ഉള്ളൂ. വളരെ അടുത്തായതുകൊണ്ടാണ് കാണുന്നത്. കംബാക്ക് എന്ന് പറഞ്ഞാൽ ഇതും കാണാൻ ഇത് ഈസി ആയിട്ട് ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും ചെയ്യാൻ കഴിയും. സന്തോഷം. സന്തോഷം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഇന്ന് ഇത്രയും നേരം നമ്മളുമായി കുറച്ചു നേരം സംസാരിച്ചിരുന്നത് പ്രസിദ്ധ മജിഷ്യൻ വിജയൻ കടാങ്ങോടാണ്. വിജയേട്ടൻ, നമ്മുടെ പ്രിയപ്പെട്ട വിജയേട്ടന്
സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനോടും അധികൃതരോടും പറയാനുള്ളത് മാജിക് എന്ന് പറയുന്ന കലോത്സവങ്ങളിൽ ഉൾപ്പെടുത്തുകയും പറ്റുമെങ്കിൽ വിദ്യാഭ്യാസ പരിഷ്കരണ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികളെ എൻ്റർടൈൻ ചെയ്യുകയും അവർക്ക് ബോധം ഈ മേഖലയെക്കുറിച്ച് അറിവുണ്ടാക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കുമെന്നാണ്. എന്തായാലും വിലയേറിയ സമയമാണ് വിജയേട്ടൻ നമ്മോടൊപ്പം പങ്കുവച്ചിട്ടുള്ളത്. വിജയേട്ടന് പടവുകളിലെ വലിയ നന്ദി, സ്നേഹം. താങ്ക് യു.